സൂര്യ നമസ്കാരം ഒന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും ചെയ്യാം. അതിപ്പോൾ ഞാൻ സ്ലോവിലാണ് ചെയ്തത്. നമുക്ക് സ്ലോവിൽ ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടാം. അപ്പോൾ എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ബ്രീത്ത് എടുക്കേണ്ട ആ ഒരു രീതിയുണ്ട്. പിന്നെ നമുക്കൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജറ്റിക്കോട് കൂടി ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ധ്യാനത്തിലിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ ചിന്മുദ്രയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് 2 മുട്ടിന് മേലെ ഒരു മുട്ടിന് ശരി ഇങ്ങനെ വെച്ച് നമുക്ക് കുറച്ച് സമയം അങ്ങനെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മളുടെ മൈൻഡ് ഫ്രീ ആവുന്നത് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അതിനെ എന്താ പറയാന്നറിയില്ല, അത്രയ്ക്കും നമുക്കൊരു മൈൻഡ് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ പതിയെ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
സന്തോഷമായിട്ടിരിക്കാനായിട്ടും മറ്റുള്ളവർക്ക് അത് സന്തോഷം പകർന്നു നൽകാനായിട്ടും നമുക്ക് സാധിക്കും. പിന്നെ വയറ് കുറയാനൊക്കെ ആയിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് അല്ലേ എല്ലാത്തിനും. അപ്പോൾ പ്രാക്ടീസ്. എത്രത്തോളം നമ്മൾ കൈ മുകളിലേക്ക് ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്തുക. ശ്വാസം മേലേക്കെടുക്കുക. നമ്മൾ ആരോ കൈ മേലേക്ക് പിടിച്ച് വലിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ നമ്മൾ ഉയർത്തുക. ശ്വാസം താഴേക്ക് വിടുക. അങ്ങനെ വന്ന് ഈ കൈ രണ്ടും ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കൈ ഇങ്ങനെ വയ്ക്കുക, ഒരു കൈ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ പതിയെ ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നേരം ഇരിക്കാം കേട്ടോ. പെട്ടെന്ന് പറ്റില്ല, പതിയെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും മൂക്കും നെറ്റി ഫ്ലോറിൽ മുട്ടിച്ചിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം. അപ്പോൾ അതോടൊപ്പം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ പതിയെ ഇങ്ങനെ പല സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബെറ്ററാണ് കാലത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ വയറ് കൂടുതലാണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ പോയി നല്ല 6 പാക്കൊക്കെ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് നമ്മളെ സ്നേഹിക്കണം, അത്രയേ ഉള്ളൂ.